അപ്പോൾ ആ കേസിൽ നിയമ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം, കാരണം ഇതൊരു വലിയ ഡിഫമേഷൻ ആണ് സംഭവിച്ചതല്ലേ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ താങ്കളുടെ ഒരു വ്യക്തിത്വത്തെ, താങ്കളുടെ കുടുംബത്തെ ഒക്കെ അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു Yeah. ഇല്ലാതാക്കാനുള്ള, തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമം പോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ കരുതുമ്പോഴും അതിന്റെ ഒരു ലാർജർ കോൺസിക്വൻസസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. താങ്കൾ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവസാനിച്ചതിന് ശേഷം തിരിച്ചൊരു ഡിഫമേഷൻ ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇത്, ആരാണ് ചെയ്തതെങ്കിലും? സൈമിൾട്ടേനിയസ്ലി ഡിഫമേഷനും നമ്മൾ ഇടും ഒബ്വിയസ്ലി. അതിപ്പോ എനിക്ക് എന്താണ് സ്റ്റെപ്സ് എന്ന് അറിയില്ല, ലീഗലി അത് എന്റെ ലോയേഴ്സിനെ അറിയുള്ളൂ. ഐ വിൽ ഫൈറ്റ് ഫോർ മൈസെൽഫ്. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. ഐ വിൽ ഓൾവേസ് ഫൈറ്റ് ഫോർ മൈസെൽഫ്. സെൽഫ് റെസ്പെക്ട് മാറ്റേഴ്സ് ദ മാക്സിമം. ഈ സെൽഫ് റെസ്പെക്ടിനെ കുറിച്ച്, സെൽഫ് എസ്റ്റീമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന രണ്ട് സ്ത്രീകളുടെ സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആക്രമണത്തിനിരയായ നടിയും നമ്മുടെ കൂടെയുള്ള ആളാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ അതായിരിക്കില്ലേ താരസംഘടനയ്ക്ക്, പൊതുസമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം? അവർക്കൊപ്പം ഉണ്ടായിരുന്നു സംഘടന എന്നൊരു ഉറപ്പോടെ. സത്യം, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. നമ്മളെല്ലാവരും അവളുടെ കൂടെയാണ്. എല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ പറയണോ, അല്ലാതെ എല്ലാം നമ്മൾ അങ്ങനെ പറയണമെന്നില്ല. സത്യം പറയാണ്, നിങ്ങൾ ജനറൽ ബോഡിയിൽ വന്നാൽ എല്ലാവരും, എല്ലാ മെമ്പേഴ്സും, അവിടെയുള്ള ടോപ്പ് ടു ബോട്ടം എവ്രിബഡി ഈസ് വിത്ത് ഹർ. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ സ്ത്രീ ആണെങ്കിലും ആണാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടുകെട്ട് തന്നെയാണ്.